ഹൂത്തി ആക്രമണത്തിന് 3 ദിവസത്തിന് ശേഷം ഇപ്പോഴും ഗ്രീക്ക് കപ്പൽ ചെങ്കടലിൽ കത്തിക്കൊണ്ടിരിക്കുന്നു. 1,50,000 ടൺ ക്രൂഡ് ഓയിലാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ഗ്രീക്ക് കപ്പലായ സിയോണിയനാണ് ഓഗസ്റ്റ് 23 മുതൽ ഇപ്പോഴും ചെങ്കടൽ കത്തിയെരിയുന്നത്. കപ്പലിന്റെ മെയിൻ ഡക്കിൽ നിന്ന് പുകയും തീയും ഉയരുന്നതായി കാണാം. കപ്പലിന്റെ 5 ഭാഗങ്ങളിൽ നിന്ന് തീയും പുകയും ഉയരുന്നതായി കോപ്പർനിക്കസിൽ നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ പറയുന്നു. ഇറാഖിലെ ബസ്രയിൽ നിന്നുമാണ് കപ്പൽ യാത്ര തിരിച്ചത്. എന്നാൽ കപ്പൽ എങ്ങോട്ടാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതുവരെ യാതൊരു വിവരവും ഇല്ല. യമൻ തുറമുഖ നഗരമായ ഹുദൈദയിൽ നിന്ന് 77 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. കപ്പലിൽ ഉണ്ടായിരുന്ന ക്രൂസിനെ ജിബൂട്ടിയിലേക്ക് ഫ്രഞ്ച് റെസ്ക്യൂ ടീമിന്റെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മുതൽ 100 കണക്കിന് കപ്പലുകളാണ് ഹൂത്തി ആക്രമണത്തിന് ഇരയായത്. ഹെസ്ബുള്ളയുടെ തിരിച്ചടിയിൽ ഇസ്രയേലിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നും ഹൂത്തികളുടെ പ്രതികാരം പുറകെ ഉണ്ടാവുമെന്നും സയനിസ്റ്റ് രാജ്യം ചെയ്യുന്ന ആക്രമണങ്ങൾക്ക് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്നും ഹൂത്തികൾ പറഞ്ഞു. അതിനിടയിൽ ഗാസ യുദ്ധം 10 മാസം പിന്നിടുമ്പോൾ മരിച്ചവരുടെ എണ്ണം 40,000-ഉം പരിക്കേറ്റവർ 93,000-ഉം കടന്നു.